ഹായ് നന്ദൂസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കുറേ ദിവസത്തിന് ശേഷമാണ് തന്നെ വീഡിയോ എടുക്കാൻ പോണത്. ഒന്ന് 2 ആഴ്ച മേലായി ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ട്. ഞാൻ കുറച്ചധികം മടിച്ച് പോയി. മടിയല്ല, വയ്യായിരുന്നു. അപ്പം അതിൻ്റെതായ റെസ്റ്റും കാര്യങ്ങളും. നമുക്ക് പിന്നെ ആദ്യത്തെ പ്രഗ്നൻസി ഒക്കെ ആയിരുന്നു, നല്ല ടെൻഷനും കാര്യങ്ങളൊക്കെ ഇല്ലാനോ. എന്തെങ്കിലും കുഞ്ഞ് ഇതൊക്കെ ആകുമ്പോൾ നമ്മളിങ്ങനെ കിടക്കും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഛർദി വന്നാൽ എനിക്കത് പറ്റൂല. ഛർദിക്കലും മെഡിസിൻ ഉണ്ട്, അത് കഴിച്ച് കഴിഞ്ഞാൽ ഞാൻ നല്ല ഉറക്കമായിരിക്കും. കണ്ട ഉറങ്ങി വെച്ചാൽ മുഖത്തുള്ള ഒരു വീറുവരെ ഫുൾ ഉറക്കവും കിടത്തൊക്കെയാണ്. കട്ടിലുമ്മ കിടക്കും. കിടത്താണ് ഇപ്പൊ കുറേ ദിവസങ്ങളായിട്ട് പുറത്തിറങ്ങലും കാര്യങ്ങളൊന്നും ഇല്ല. അങ്ങനെ ആക്കുമ്പോഴാണ് അപ്പൊ കൊറേ ദിവസമായി വീഡിയോ എടുത്തിട്ട് റെസ്റ്റ് ആണെങ്കിലും എടുക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു എത്ര ദിവസം നമ്മളിനി വീഡിയോ ഇടാണ്ട് ഇങ്ങനെ കൊണ്ടുപോകാൻ, നല്ല കുറേ വീഡിയോസ് എടുത്തു വെക്കണം എന്നൊക്കെ വിചാരിച്ച ഞാനാണ് കേട്ടോ. ഇല്ല വീഡിയോസിന് വോയിസ് കൊടുക്കാനുള്ള സമയമൊന്നുമില്ല. ഫുള്ള് ഞാൻ റെസ്റ്റ് എടുത്തോട്ടെ എന്ന് വെച്ചിട്ട് ഏട്ടനും എന്നോട് വീഡിയോ എടുക്കാൻ പറയുന്നില്ല, ഞാനും അങ്ങോട്ട് പറയാണ്ടായിട്ട് ഫുള്ള് റെസ്റ്റ് എടുക്കാന്ന് വെച്ചിട്ട്. ഇവിടെ എന്ന് വെച്ചാൽ രാവിലെ എനിക്ക് അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും, ഫുഡ് കഴിക്കുക, പിന്നെ കിടക്കുക. ഉച്ചയ്ക്ക് അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും, കഴിക്കുക, കിടക്കുക. അങ്ങനെയുള്ള റെസ്റ്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അമ്മയാണെങ്കിൽ അച്ഛനാണെങ്കിൽ പാത്രം പോകാൻ പോലും സമ്മതിക്കില്ല. ഞാൻ കഴിച്ച പ്ലേറ്റ് ഞാൻ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മ ചീത്ത പറയും, പോയി എടുത്ത് വെക്കുക, വെറുതെ ഒന്നും ചെയ്യാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ഇവിടെ ചക്കമ്മ കുടുക്കനും വണ്ടി ഓടിക്കലാണ് കേട്ടാ. ചക്കമ്മ കുഞ്ഞു വിട്ടേ ഇപ്പം ഇനി ഒരാഴ്ചയും കൂടെ അല്ലേ ഉള്ളൂ സ്കൂൾ തുറക്കാൻ. അപ്പം അതിൻ്റെതായ വണ്ടി ഓടിക്കലും കാര്യങ്ങളാണ്. ചക്കമ്മയുടെ വണ്ടിക്കാണ് ഇത്തിരി സൗണ്ട്. ചക്കമ്മ കുറച്ച് നേരം ചേച്ചി വീഡിയോ എടുക്കട്ടെ. അപ്പോൾ അവർ യൂണിഫോമും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് ഇന്നലെ സ്കൂളിൽ പോയിട്ട്, ഇന്നലെ ഞാൻ ഞങ്ങളുടെ അവർ പോയി സാധനങ്ങളൊക്കെ വാങ്ങിയായിരുന്നു. അപ്പോൾ സ്കൂൾ തുറക്കുമ്പോഴേക്കും മിക്കവാറും നമ്മൾ പോവും. സ്കൂൾ തുറക്കണമെന്നൊക്കെ നമ്മൾ ഇവിടെ ഉണ്ടാവില്ല കേട്ടോ. പിന്നെ നമ്മളുണ്ടെങ്കിൽ അവർക്കും ഒരു വിഷമമാണ് സ്കൂളിൽ പോകാനും ട്യൂഷന് പോകാനൊക്കെ. എന്ന് വെച്ചാൽ ഇവിടെ നമ്മളുള്ളപ്പോൾ ഒരു വിഷമം, അല്ലെങ്കിൽ അവർക്ക് വേറെ മടിയോ കാര്യങ്ങളൊന്നും ഇല്ല. നമ്മളുള്ളപ്പോഴാണ് അവർക്ക് പ്രശ്നം ഉണ്ടാവും. എന്തായാലും ഇനി ഒരു 29 എനിക്ക് സ്കാനിങ് ഉണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് പോകും. ഒരു 10 ദിവസം 15 ദിവസം റെസ്റ്റ് എടുത്തപ്പോൾ തന്നെ ഒരു സമാധാനമായി. ഇപ്പം എനിക്ക് റെസ്റ്റ് എടുക്കുമ്പോൾ സമാധാനം വെച്ചാൽ ഏട്ടൻ്റെ കാര്യം കൂടി എനിക്കൊരു സുഖമാണ്. വേറെ ഏട്ടന് ഒന്നും അടുക്കളയിൽ ചെയ്യേണ്ടതോ എനിക്കിപ്പോൾ ഫുഡ് എടുത്തുകൊണ്ടുവന്ന അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യണ്ടല്ലോ. ഏട്ടനും ഇവിടെ ഫ്രീ ആണ്. അല്ല, ഏട്ടനെ എനിക്കിങ്ങനെ അടുക്കളയിൽ കയറി ഇങ്ങനെ ഫുഡൊക്കെ എടുത്ത് തരുമ്പോൾ എനിക്ക് വിഷമവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ കൊണ്ടുവന്നാൽ എനിക്ക് എൻ്റെ കാര്യങ്ങൾ നോക്കാൻ ഏട്ടന് ബുദ്ധിമുട്ടില്ല. അമ്മ എല്ലാം ഉണ്ടാക്കി ഏട്ടന് ക്ഷീണിച്ച് വരികയായിരുന്നു. ഇപ്പം ഏട്ടൻ തടി വെച്ച് ഞാൻ പിന്നെ ക്ഷീണം മാറാത്ത ഛർദിലാണ് കേട്ടാ. ഛർദിലാണ്. അങ്ങനെ നമുക്ക് ഫുഡ് എത്ര ഉണ്ടാക്കിയാലും കുറച്ച് ലിമിറ്റിലേ കഴിക്കാൻ പറ്റുള്ളൂ. മസാല ഫുഡുകൾ ഇഷ്ടമല്ല, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പം അതുകൊണ്ട് അങ്ങനെ തടി വെക്കാത്ത കഴിച്ച് സെറ്റാണ്. എല്ലാവരും പറയുന്നത് ഛർദിയുടെ കാര്യം പറയുമ്പോൾ 3 മാസം കഴിഞ്ഞത് ശരിയാവും എന്നാണ് പറയുന്നത്. ശരിയാവട്ടെ. എന്തായാലും 3 മാസം ആവാറായില്ല. അപ്പോൾ തന്നെ അറന്ന് വിചാരിക്കാം. പിന്നെ ഇനി എന്തായാലും ഞങ്ങൾ ഇടയ്ക്ക് പോയിട്ട് മറ്റേ ഇഞ്ചക്ഷനൊക്കെ അടിച്ചു വിട്ടോ. ഇഞ്ചക്ഷൻ തന്നിട്ടുണ്ടായിരുന്നു ആഴ്ചയില്. ഇനി എത്ര ദിവസം ഉണ്ട്? 29 തീയതി ഉള്ളോ? ചൊവ്വാഴ്ച ഒരു ഇഞ്ചക്ഷൻ അടിക്കും. പിന്നെ 29 തീയതി സ്കാനിങ് വരെ ഇഞ്ചക്ഷൻ അടിക്കാനാ പറഞ്ഞിട്ട്. പക്ഷെ ഭയങ്കര വേദന ഇഞ്ചക്ഷൻ ഇവിടെ ബാക്കിൽ അടിക്കാം. അപ്പൊ അതടിച്ചിട്ടുണ്ടെങ്കിൽ ഇരിക്കാനോ പിന്നെ കിടക്കാനോ പറ്റൂല. ആ മരുന്ന് കയറ്റുമ്പോഴേ നഴ്സുമാര് പറയട്ടെ കുറച്ച് ഇത് ഓയില് പോലെ ആയതുകൊണ്ട് ഭയങ്കര വേദന ആയിരിക്കും പറഞ്ഞിട്ട് അവരെന്നെ നല്ല തടവി തരും. എന്നാലും കുറേ നേരത്തേക്ക് നമുക്കൊരു ഭയങ്കര വേദന. കഴിഞ്ഞ ഈ സൈഡ് കുത്തിയപ്പോൾ ഇപ്പുറത്തെ ഈ സൈഡ് കുത്തിയപ്പോൾ ഈ സൈഡ് തന്നെ ഇനിയും കൊടുക്കണം. അപ്പം അങ്ങനത്തെ ഒരു ഭയങ്കര വേദന ഉള്ള ഒരു ഇഞ്ചക്ഷനാണ്. പിന്നെ ഈ ആഴ്ച കൊണ്ട് ഉണ്ടാവുള്ളൂ എന്ന് വിചാരിക്കുന്നു. സ്കാനിങ് വരെ ഉണ്ടാവുള്ളൂ എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ഇനി അറിയില്ല. ഫുഡൊക്കെ കഴിക്കാത്തതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ട്. വളർച്ചയൊക്കെ ഉണ്ടാവണ്ടേ. ഫുഡ് കഴിക്കാൻ ഭയങ്കര മടിയാണ്. മടിയില്ല, ഛർദിയാനൊരു. ഇവിടെ ആണെങ്കിൽ ഫുഡിനൊരു കുറവില്ല, പക്ഷെ എന്താണ് കുഞ്ഞ് കഴിക്കില്ല. ഫുഡിന് കുറവൊന്നുമില്ല, കഴിക്കില്ല, അതാണ് പ്രശ്നം. ബീഫാണ്. കുണക്ക് രാവിലെ തന്നെ ചെണ്ടയ്ക്ക് പോണ കാരണം അവന് 7 മണിക്ക് എണിച്ച് കുളിയും കാര്യങ്ങളൊക്കെ അമ്മയുടെ അച്ഛനൊക്കെ കഴിയൂട്ടാ. ഞാൻ എണിച്ച പിന്നെ കുളിക്കാറുണ്ട്. എണിക്കാൻ വൈകും 10 മണിയാവും. പിന്നെ അങ്ങനെ ആരും ശല്യപ്പെടുത്തൊന്നുമില്ലല്ലോ. ഇടയ്ക്ക് കുണുക്ക വന്ന് വിളിക്കും, ചേച്ചി വരുന്നുണ്ടോ ചോദിക്കും. എന്നെല്ലാം വിളിക്കാറ് കൂടുതൽ, അല്ലെങ്കിൽ വിളിക്കാറ്. ഞാൻ പിന്നെ അങ്ങനെ ഉറങ്ങും. ഇന്നലെ ആണെങ്കിൽ ഛർദിയുടെ മരുന്നൊക്കെ കഴിച്ചാൽ നല്ല ഉറക്കമായിരുന്നു. ഇപ്പൊ ആ മുഖത്തെ ഉറക്കത്തിന്റെ നീര് തന്നെ ഉണ്ട് തോന്നുന്നു അല്ലേ? അതുണ്ട്.
മുഖത്ത് ഇങ്ങനെ നീരൊക്കെ ഉണ്ടാവാറില്ല. ഉറങ്ങി വെച്ചൊന്നും ഭയങ്കര നീര് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ ഇന്നത്തെ ഒരു ഡാമ ലൈഫ് ആണ്. ഞാൻ ഒന്ന് കഴിക്കണം ഫുഡ് കാര്യങ്ങളൊക്കെ കാണാട്ടാ. അവിടെ തല്ലിട്ടും തുടങ്ങിയിട്ട് ഇടിക്കല്ല ഉണക്ക അവിടെ അടിയാട്ടാ. അപ്പൊ നമുക്ക് ഇന്നത്തെ ബാക്കി വിശേഷം. അങ്ങനെ കുണുക്കൻ അവിടെ ഇരുന്ന് TV കാണുന്നുണ്ട്. കുണുക്കൻ്റെ അപ്പുറത്ത് ഇരുന്ന് ചേട്ടനും കാണുന്നുണ്ട് തോന്നുന്നു. ചേട്ടൻ എടുത്ത് വെച്ച വീഡിയോ തോന്നുന്നു കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നമുക്ക് ബീഫും പുട്ടും പപ്പടമായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഈ മസാലക്കറികൾ രാവിലെ എന്തോ കഴിക്കാൻ തോന്നാത്താണ് ഞാൻ ബീഫൊന്നും എടുത്തില്ല. ഞാൻ പുട്ടും പപ്പടവും കഴിച്ചു. ചപ്പാത്തി ഉണ്ടായിട്ട്. അപ്പോൾ ഏട്ടനുള്ള കാരണം ഇന്ന് രാവിലെ ചപ്പാത്തി അമ്മ ഇവിടെ ഉണ്ടാക്കാറുണ്ട്. വേറെ ഒന്നുമല്ല, നമ്മുടെ ഏട്ടന് ചപ്പാത്തിയോട് ഇഷ്ടമാണ്. പക്ഷെ ബീഫ് കണ്ടപ്പോൾ ഏട്ടൻ പുട്ടാണ് കേട്ടോ എടുത്തത്. അപ്പം വിചാരിച്ച് ചപ്പാത്തി വേണ്ടേന്ന് ചോദിച്ചു. അപ്പോൾ ബീഫിന് ഏട്ടന് പുട്ട് ഇഷ്ടമാണ്. അപ്പം അങ്ങനെ പുട്ടും ഒക്കെ കഴിക്കാണ്. അപ്പം ഞാനെന്തായിട്ടൊക്കെ എടുത്തോന്ന് വെച്ചിട്ട് നോക്കണതാണ് കേട്ടോ. എനിക്കൊരു പപ്പടം തായോ എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്കങ്ങനെ മസാലക്കറികൾ ഇപ്പോൾ പ്രഗ്നൻ്റ് അതിൻ്റെ അധികം ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ബീഫ് എടുക്കാൻ. പക്ഷെ ഞാൻ രാത്രി ആയപ്പോൾ കുറച്ച് കഴിച്ചു. പിന്നെ വെറുതെ ഏട്ടൻ്റെ തലയൊക്കെ ഒന്ന് നോക്കി കൊടുക്കുന്നു കേട്ടോ. അപ്പം ഏട്ടൻ വീഡിയോ എടുത്താനും ഇപ്പൊ തല നോക്കാൻ സമയമില്ല. അതല്ല, എൻ്റെ ഏട്ടനെ എപ്പോഴും തല നോക്കി കൊടുക്കുന്ന തലയിൽ തൊട്ടിരിക്കുമ്പോൾ ഏട്ടനൊരു സമാധാനമാണ് കേട്ടോ. അപ്പൊ ആ തലയിൽ ഒന്നുമില്ല. അത് ഞാൻ പറഞ്ഞത്. എന്തെങ്കിലുള്ള തലയാണെങ്കിൽ നമുക്ക് നോക്കാൻ ഇഷ്ടം. ഒന്നുമില്ല. ഞാൻ വെറുതെ ഇങ്ങനെ നോക്കാം. ഒന്നും കിട്ടിയില്ല. അവിടെ വെറുതെ നോക്കിക്കൊണ്ടിരിക്കാണ് കേട്ടാ. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ സൈഡായി ഏട്ടൻ്റെ മടിയിൽ കയറി കിടന്നുട്ടാ. അപ്പൊ എപ്പോഴും റൂമിൽ കിടക്കുമ്പോൾ ഒരു ബോറടി ഉണ്ട്. സെറ്റ് ചെയ്യുമ്പോൾ ഏട്ടൻ്റെ മടിയിൽ വന്ന് കിടന്നു. എന്റെ ഇവിടെ ആരുമില്ലേ? ഉള്ളവരൊക്കെ അവിടെ പോയി. അവനെ കൊണ്ടുപോയില്ലേ? അവളെ കൊണ്ടാണല്ല, നമ്മളില്ലാത്തോണ്ട് അവള് ഇവിടെ നിന്നതാ. നമുക്ക് ഇനി ചോറുണ്ണാം. നീ എന്താ പോവാഞ്ഞേ? അവർക്ക് കുറെ വിളിച്ചല്ലോ. അമ്മ എല്ലാം ഇതാക്കി വെച്ചിട്ടാണ് പോയത്. ഇതില് ബീഫ് ഉണ്ട്. നമ്മൾ അമ്പലത്തിൽ പോണാനൊന്നും ബീഫ് കഴിക്കുന്നില്ല. ഇത് പയറുപ്പേരി ഉണ്ട്, കയ്പയ്ക്ക പച്ചടി. അപ്പൊ അമ്മ ഉണ്ടാക്കി എല്ലാം സെറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് എടുത്ത് തിന്നാണ്ടോ കഴിക്കാം. കഴിക്കണ്ട ഫുഡ് സഹായിക്കണില്ല. എടുത്ത് നോക്കിയാ നടന്നതല്ല, കഴിഞ്ഞൊന്നും ഉദ്ദേശിച്ചു സഹായിക്കൂലേ? വലിയ തകർത്തല്ലേ കഴിഞ്ഞു. അതാ അതുണ്ടോ? കൊന്തോ? ആ ഇത് മതിയല്ല. വേറെ എന്ത് കറി? ഏറ്റവും ടേസ്റ്റുള്ള കറി അല്ലേ? അതിന്റെ പേരെന്താ? കയ്പയ്ക്ക പച്ചടി. നമുക്ക് കൊണ്ടുവെക്കവാ. അത് ഫുള്ള് തൈര് പോലെ അല്ലേ? അതൊരു കളറ് ഇങ്ങനെയാ, തൈര് പോലെയാ. നല്ല കൊഴിച്ചിരിക്കണം തൈര് അല്ലേ? നമുക്ക് ഉപ്പേരി ഒക്കെ ഉണ്ട് അല്ലേ? അതെ. നമുക്ക് അടുത്തത് കൊണ്ടുവരണ്ടേ? കുണിക്കുന്ന ഭയങ്കര സഹായമാണല്ലോ. എന്തത്? ഇതെന്റെ പ്ലേറ്റ് ആണ്. ഇത് നല്ല ക്ലീൻ ആയി ഇരിക്കുന്ന പ്ലേറ്റ്. ഒരു മൂടിയ കാലാവസ്ഥ അല്ലേ? ഉറക്കം വന്ന കാലാവസ്ഥ. നേരത്തെ കുളിക്കാൻ പറ്റുന്ന വൈകിട്ട് അമ്പലത്തിൽ പോണെന്ന് പ്ലാൻ കുളിക്കാൻ ഒറ്റ കുളിൽ ഒഴിക്കാൻ നേരത്തെ അമ്പലത്തില് നിർത്തി പോയി കുളിക്കണ്ടേ? എനിക്ക് തോന്നി അമ്പലത്തില് പോണുണ്ട്. അതുകൊണ്ടാണ് ബീഫ് കഴിക്കാത്തത്. ബീഫ് ഇഷ്ടം അമ്പലത്തിൽ. നല്ല മഴയൊക്കെ ഉണ്ട്. നല്ല മഴയുണ്ട്. നല്ല മഴയിൽ വെട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇന്നത്തെ തെറ്റുണ്ട്, നനഞ്ഞിട്ടുണ്ട്. നമ്മ അറിയാണ്ട് അപ്പൊ ഇതുണ്ട് രാവിലെ ചെറിയ ഒറ്റ പടക്കപ്പൊട്ടും പോലെ അവിടെ വന്ന് ഓർക്കത്തില് ഇടിവട്ടി. ഞാൻ നോക്കുമ്പോ ഒരാള് ഓടി വരുന്നുണ്ടായിരുന്നു. അത് വേറെ ആൾക്കാർക്ക് മനസ്സിലാവില്ല. കുണക്കനെ
സെന്റ് പഠിക്കണ 7 മണിയാകുമ്പോ അച്ഛനമ്മയും പോവും. സാധാരണ അവളെ ഞങ്ങളുടെ അടുത്ത് കൊണ്ട് കിടത്താറുണ്ട്. അവള് ഇന്നാണെങ്കിൽ വന്ന് കിടന്നില്ല ഉറക്കമത്തില്. ഇവരെന്താ ഇടി വെട്ടിയപ്പോഴെന്താ അപ്പുറത്തെ റൂമിൽ നിന്ന് ചാടി പിടിച്ചിട്ട് വന്നു. ഡോറൊക്കെ എടുത്ത് പൊളിക്കണേ. ചേട്ടാ തുറക്ക്, ചേട്ടാ തുറക്ക്. നിങ്ങൾ കേൾക്കാത്തോണ്ടത് പേടിച്ചല്ലേ? പേടിക്കാനുള്ള കാരണം ഏട്ടനാട്ടാ. അഞ്ചാം കൊക്കെന്നൊക്കെ പറഞ്ഞിട്ട് മോമീന്നൊക്കെ പറഞ്ഞിട്ട് ഇതെവിടുന്നൊക്കെയാ കിട്ടണു ഞാൻ പ്രാതപ്പാട വെച്ചോർക്കരുതാ. അയ്യോ പേടിക്കണോ അഞ്ചാം കൊക്കണു. എന്താ പേടിച്ചോ വൈകുമ്പോഴാണ് പണി ഓക്കാന്. എനിക്ക് വെള്ളം വേണ്ടേ? ചേച്ചി റൂമില് ജഗ്ഗിന്റെ എടുത്തിട്ടാ ഞാൻ എടുക്കാം. ചോറിട്ടെ അഗ്നിക്ക് തന്നിട്ട് എടുത്തോ. ഓ ഇത്രയും ചേട്ടനും മോള് സെറ്റ്. അവൾക്ക് ചേട്ടൻ്റെ അടുത്ത് ഇരുന്നാ മതി, ചേട്ടൻ്റെ അടുത്ത് തുടങ്ങിയാ മതി. അതെയാ നട്സ് കഴിക്കുകയാണ്. നിങ്ങളുടെ ഉണ്ടാകാറില്ലല്ലോ. അപ്പുറത്ത് നോക്കി ജെറ്റിടാത്ത ഒരാളുണ്ട്. അപ്പം ജെറ്റിടാത്തൊരാളെ ജെറ്റിട് നട്സ് കഴിക്കണം. സ്ഥിരം കഴിക്കാറില്ല കേട്ടോ. ഞാൻ എന്തോ തോന്നിട്ട് കഴിച്ചതാ, എന്തോ തോന്നിട്ട് കഴിച്ചതാ. സ്ഥിരം കഴിക്കാറില്ല. ഉപ്പില്ല. ബദാമില് അതൊരു ബദാം കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു 6:30-7 മണിയൊക്കെ ആവാറായപ്പോ അച്ഛനമ്മ നെക്സ്റ്റ് ഒന്ന് സാധനങ്ങളൊക്കെ വാങ്ങി വന്നു കേട്ടോ. അപ്പം ഞാൻ കുളിച്ചിരിക്കുകയാണ്. ഞങ്ങൾ അമ്പലത്തിൽ പോകാനുള്ള ഒരു പ്ലാനൊക്കെ ആയിരുന്നു. പിന്നെ സമയം വൈകിയപ്പോൾ പിന്നെ അങ്ങനെ പോയൊന്നുമില്ല. അപ്പം അച്ഛനമ്മ ഇങ്ങനെ വണ്ടിയിൽ നിന്ന് ഇങ്ങനെ ഓരോ സാധനങ്ങൾ എടുക്കുക. പിന്നെ കുണിക്ക് പോയിണ്ടായില്ല. അപ്പോൾ കുണിക്കുമ്പോൾ അതിൻ്റെ എന്തോ പരാതികളും കാര്യങ്ങളൊക്കെ പറയാണ് കേട്ടോ. അവിടെ നിന്നിട്ട് കുണിക്കാണെങ്കിൽ നല്ല ബോറടി ഉണ്ടായി പിന്നെ പോവാത്തതിന്. പിന്നെ എത്ര പഠിക്കണ സമയമൊക്കെ കഴിഞ്ഞാൽ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമല്ലേ. അപ്പോൾ പിന്നെ കുണിക്കനും കുണിക്കൊക്കെ ആണെങ്കിൽ അമ്മ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് നല്ല വെറൈറ്റി സാധനങ്ങളൊക്കെ വാങ്ങി കൊടുത്തിട്ടുണ്ടായിട്ടാ. അപ്പം അതൊക്കെ നോക്കുകയാണെങ്കിൽ കുണിക്ക് പിന്നെ ഇവിടുന്ന് പറഞ്ഞു വിട്ടുണ്ടായി കുണിക്കന് എന്ത് വാങ്ങുന്നു അതേപോലത്തെ എനിക്കും വാങ്ങണത്. അപ്പോൾ കുണിക്കൻ ചേട്ടൻ ഓരോന്ന് തുറന്നൊക്കെ കാണിച്ചിരുന്നു. അല്ല സ്നാക്സ് അല്ല, ലഞ്ച് ബോക്സ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു കൊള്ളാബിനായിട്ട്. ഇത് സ്നാക്സ് ബോക്സ് ഒക്കെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ തുറന്നു നോക്കുന്നുണ്ട്. പേട്ടന് ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കട്ടെ. കുറേ സാധനങ്ങളുണ്ടായി. കുണിക്കനെ ഇങ്ങനെ ഓരോന്നെടുത്ത് കാണിക്കുമ്പോൾ അത് സ്കൂൾ തുറക്കണേൻ്റെ ഒരു സന്തോഷമാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങള് സിനിമ കാണായിരുന്നു. സിനിമ ആയിരുന്നു റൺവേ അല്ലേന്ന്, റൺവേ ഇരുന്ന് കാണാണ്. അപ്പൊ ഞാനിങ്ങനെ മടിയിൽ എടുക്കുന്നുണ്ട്. എനിക്ക് ഇരിക്കാൻ ഇഷ്ടമല്ല. ഇവിടെ കണ്ടാലും ഞാൻ അപ്പം കിടക്കൂട്ടാ. കുണിക്ക വന്നു കഴിഞ്ഞാൽ പിന്നെ കിടക്കാനുള്ള സ്ഥലമൊന്നും തരില്ല. അപ്പൊ ഏട്ടൻ്റെ മടിയിൽ കുറച്ചു നേരം കിടക്കും. കുണിക്കൻ കുളിക്കാനൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അമ്മ വന്നപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി ഇരുന്നതാണ്. അപ്പൊ കള്ളപ്പം വാങ്ങി കൊടുക്കുന്നുണ്ടായി. അപ്പൊ ബീഫും കള്ളപ്പും കൂടി കഴിക്കാന്ന് വെച്ചിരുന്നതാണ് കേട്ടാ. അപ്പൊ ഞാനങ്ങനെ വല്ലാണ്ടൊന്നും കഴിച്ചില്ല, കുറച്ച് കഴിച്ചു. ചേട്ടൻ നന്നായി കഴിച്ചോണ്ട് തന്നെ ഏട്ടൻ രാത്രി ചോറുണ്ടില്ല. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ചോറുണ്ട്. പിന്നെ ചപ്പാത്തി ഉണ്ടായിരുന്നു കേട്ടോ. കണ്ട ഏട്ടന് ഇഷ്ടമുള്ള ബീഫ് തീർത്ത ഏട്ടൻ തന്നെയാണ്. വീട്ടിലുണ്ടാക്കുന്ന ബീഫിന് വേറെ ഒരു ടേസ്റ്റ് ആണല്ലോ. പിന്നെ ചപ്പാത്തി ഉണ്ടായിട്ടാ. പിന്നെ നല്ല കട്ടൻ ചായ ഉണ്ടായി. എനിക്ക് വേറെ ഒന്നുമില്ല, ചായ കുടിക്കുമ്പോൾ ഒരു സമാധാനം ഉണ്ടായി, ഛർദിക്കും കന്നേനൊക്കെ. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അവിടെ വന്നിരുന്നു കേട്ടോ. അപ്പോഴേക്കും തിന്നിട്ട് വയ്യാണ്ടായി ഏട്ടൻ വന്ന് കിടന്നു. അപ്പം ഞാൻ കുറച്ച് നേരം കിടന്നോട്ടെ എന്ന് വെച്ചു. പക്ഷെ അധികം നേരം ഒന്നും ഉണ്ടാവില്ല കേട്ടോ. 10 മിനിറ്റ് ഞാൻ ഏട്ടനെ ചിരിച്ചിട്ട് ഞാൻ കിടക്കൂട്ടാ. എന്താ വെച്ചാൽ എനിക്കതൊരു ശീലമായി മാറി കിടക്കണത്.
പിന്നെ ഇത് പിറ്റേ ദിവസത്തെയാണ് കേട്ടോ. കുണിക്കനും ഏട്ടൻ ട്യൂഷന് കൊണ്ടാക്കാൻ പോണതാണ്. അവർക്ക് ചേട്ടൻ വന്നു കഴിഞ്ഞാൽ കൂടുതലും ചേട്ടൻ തന്നെയാണ് ട്യൂഷന് കൊണ്ടാക്കാൻ പോകുന്നത്. അച്ഛനമ്മ ഉണ്ടായില്ല കേട്ടോ. അപ്പൊ അച്ഛനമ്മ വന്നപ്പോ വെച്ച് ഞങ്ങൾ കൊണ്ടാണതാണ്. ഞാൻ എന്തായാലും വണ്ടി എടുത്തല്ലേ എന്ന് പറഞ്ഞിട്ട് ചേട്ടൻ കൊണ്ടാക്കാൻ പോവാണ്. കൊണ്ടുവരാനും കൂടുതലും ചേട്ടൻ പോണതാണ് അവർക്ക് ഇഷ്ടം, വീട്ടിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി. അങ്ങനെ ഇന്നലത്തെ വീഡിയോ ബാക്കിയൊന്നും എടുക്കാൻ പറ്റില്ല. അത്രയ്ക്ക് വലിയ സുഖമൊന്നും ഉണ്ടായില്ല രാത്രി. അല്ല, ഇതൊക്കെയാണ് ഇവിടുത്തെ സിറ്റുവേഷൻ. കുറച്ചു നേരം ഇങ്ങനെയൊക്കെ കിടക്കുക, പിന്നെ ചിലപ്പോ ഓക്കാലം വന്നോണ്ടിരിക്കുന്ന ടൈമിൽ പറയണ്ട. കണ്ടിന്യൂസ് വീഡിയോ എടുക്കാനുള്ള ഉഷാറൊന്നുമില്ല. ഇപ്പൊ തന്നെ എന്റെ മുഖം ഇങ്ങനെ ഇരിക്കുന്നത്. ഇന്ന് ഛർദി ദിവസമാണ്. രാവിലെ തന്നെ എണിച്ചിട്ട് ഫുള്ള് ഛർദിയായിരുന്നു. അപ്പൊ പിന്നെ വലിയ സുഖമില്ലാത്ത ദിവസമാണ്. ഛർദിച്ചാലും ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്, പക്ഷെ നമുക്കൊരു സുഖം ഉണ്ടാവില്ലല്ലോ ഇങ്ങനെ ഛർദിച്ച്. ഒരു ബുദ്ധിമുട്ടിന്റെ കാരണം ഇങ്ങനെ ഇപ്പൊ ഇങ്ങനെ ഇരിക്കുകയാണ്. കുണിക്കനും ട്യൂഷന് ഏട്ടൻ പോയി കൊണ്ടുവന്നു. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ വന്നിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പൊ അച്ഛനും അമ്മയൊക്കെ പുറത്തേക്ക് പോയിട്ടാണ് ഷോപ്പിന്റെ കാര്യങ്ങളൊക്കെ. അപ്പൊ ഇത്ര ദിവസം റെസ്റ്റ് ആയിരുന്നു. ഇനി വീട്ടിൽ അവിടെ പോയാലാണ് റെസ്റ്റും കാര്യങ്ങളൊക്കെ മാറുള്ളൂ കേട്ടോ. അപ്പൊ ഇനി 2 ദിവസം കൂടി കഴിഞ്ഞാൽ പോകൂലേ. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അല്ല, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് കറക്റ്റ് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അടിയിരിക്കും. അല്ല കുണിക്കന് ഒരാഴ്ച കൂടി കഴിഞ്ഞ് സ്കൂൾ തുറക്കും ഇല്ല ഉണക്ക. അപ്പൊ ഇന്നലെ ബാഗും സാധനങ്ങളൊക്കെ വാങ്ങി വെച്ചിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇല്ല ഉണക്ക പോവാൻ റെഡി അല്ലേ? എന്തോ പറയുന്നത് പൊതിഞ്ഞിട്ടില്ല എന്ന് പറയണത് തോന്നുന്നു കുട്ടി. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ ചൊട്ടയാ അവിടെ എന്താന്നൊക്കെ. എന്റെ കുട്ടി ഇവിടെ മൂത്രയിക്കണേ. ഇവിടെ മൂത്രയിക്കണ്. ഇതേ പണിക്കാരും നിന്റെ സുത്താനൊരു മറ്റേ ഉള്ളി വന്ന് വീഴും. അവര് നാടൊന്നുമില്ല, ഉള്ളിടിക്കണ ഉള്ളി. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. വീഡിയോ വലിയ ഉഷാറിലൊന്നല്ല, സംസാരവും കാര്യങ്ങളും വലിയ സുഖമില്ല. പിന്നെ കുറെ ദിവസമായിട്ട് വീഡിയോ എടുക്കാത്തതിന്റെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ അല്ലേ നല്ല രീതിയിൽ ഇപ്പൊ ഇവിടെ ഫുഡൊക്കെ അയച്ച് അമ്മ ഇങ്ങനെ ഉണ്ടാക്കി വെക്കും. ഉണ്ടാക്കി എടുത്ത് കഴിക്കാണ്ട് അമ്മ ഉണ്ടെങ്കിൽ എടുത്തരും. റെസ്റ്റ് ആയതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല. എപ്പോഴും കിടപ്പൻ ചേട്ടാ. വേറെ ഒരു പണിയും ചെയ്യിപ്പിക്കാൻ അമ്മയും അച്ഛനെ സമ്മതിക്കില്ല. ഇന്നലെ നെക്സ്റ്റ് വീക്ക് വിളിച്ചപ്പോ ഞങ്ങൾ പോയില്ല. ഞാൻ പോവാറില്ല, യാത്ര കുറവാണ്. ഇനി നാളെ ഇഞ്ചക്ഷൻ അടിക്കാൻ ഹോസ്പിറ്റലിൽ പോകണം. പിന്നെ 2 ദിവസം കഴിഞ്ഞ് സ്കാനിങ് ഉണ്ട്. അത് അങ്ങനത്തെ കാര്യങ്ങൾക്ക് മാത്രം ഇപ്പോൾ വണ്ടിയിൽ പോകലേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീട്ടിൽ ഫുൾ ടൈം റെസ്റ്റാണ്. അമ്മ ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കി വെക്കും. പിന്നെ അങ്ങനെ പണിയെടുക്കാനൊന്നും സമ്മതിക്കാത്തതാണ്. ഫുള്ള് കെടുത്തം കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഛർദി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ പോകുന്നു. അതായത് കുഴപ്പമില്ല. ചില ദിവസം ഒരു ഉഷാറുണ്ടാവും, ചില ദിവസം ഉഷാറുണ്ടാവില്ല. അതിപ്പോൾ എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ അങ്ങനെ തന്നെ എല്ലാവരും പറയണത് അങ്ങനെ തന്നെയാണെന്നുള്ള കാര്യങ്ങൾ. അപ്പം അങ്ങനെയൊക്കെ തന്നെ പോകണം. പിന്നെ അടുത്ത വീഡിയോയിട്ട് എത്രയും പെട്ടെന്ന് ബൈ.